നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ അഴീക്കോടിൽ വ്യാപക മോഷണം. കുന്നംകുളം ചൂണ്ടലിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട, 2 പേർ പിടിയിൽ. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ഭാര്യയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഭർത്താവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ അഴീക്കോടിൽ വ്യാപക മോഷണം. ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു. മേനോൻ ബസാറിന് തെക്കുവശം അലീവ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ 5 മോട്ടോറുകളാണ് മോഷ്ടിച്ചത്. കെട്ടിടത്തിലെ ഫ്ളാറ്റുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന 3 മോട്ടോറുകളും സാൾട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറന്റിൽ 2 മോട്ടോറുകളുമാണ് കവർന്നത്. കെട്ടിടത്തിൽ CCTV ക്യാമറയും വൈദ്യുതി ഫ്യൂസും അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പരിസരത്തെ ചില വീടുകളിലും മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ വെള്ളം വരണ്ടായപ്പോഴാണ് പോയി നോക്കിയത്. അപ്പോഴാണ് രാവിലെ ഒരു 6-7 മണിയായിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ അറിയണത്. ഞാൻ സാൾട്ട് ആൻഡ് പേപ്പറിൻ്റെ ബിൽഡിങ്ങിൻ്റെ 3 മോട്ടറും സാൾട്ട് ആൻഡ് പേപ്പർ ഹോട്ടലിൻ്റെ 2 മോട്ടർ അയച്ചു പോയത്. ടാങ്കിൽ വെള്ളം ഇല്ലാന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയത്. ടാങ്കിൽ വെള്ളം ഫുള്ളുണ്ട്, എല്ലാ ടാങ്കിലും ഫുള്ളുണ്ട്. പിന്നെ മോട്ടർ പോയി എന്നുള്ളത് അറിയണം. CCTV ക്യാമറ ഒന്നുമില്ല? CC ക്യാമറ ഉണ്ടായിരുന്നു. അത് എന്തോ അതിൻ്റെ ഫീസ് വരെ ഊരിയിട്ടുണ്ടായിരുന്നു. വന്നവർ വേണോ വേറെ ഒരു ക്യാമറ ഉണ്ടായത് അത് അഴിച്ചിട്ട് പോയി. CC ക്യാമറ അവരഴിച്ചിട്ട് പോയിട്ട് അത് അവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ. കുന്നംകുളം ചൂണ്ടലിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട, 2 പേർ പിടിയിൽ. വാഹന പരിശോധനയ്ക്കിടെ ചൂണ്ടൽ സെന്ററിൽ നിന്ന് 1.5 കിലോ കഞ്ചാവുമായി 2 പേരെ കുന്നംകുളം എക്സൈസിന്റെ നേതൃത്വത്തിൽ പിടികൂടി. കണിയാമ്പൽ സ്വദേശി പുളിയപ്പറമ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള മജോ, ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി ചാലക്കൽ വീട്ടിൽ 23 വയസ്സുള്ള നിജിൽ എന്നിവരെയാണ് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി പിടികൂടിയത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. കയ്പമംഗലം 3 പീടിക പള്ളികളിൽ പ്രവർത്തിക്കുന്ന ഗുരുപ്രഭ എന്ന പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനത്തിൽ 20 ഗ്രാം തൂക്കമുള്ള മുക്കുപണ്ടമായ കൈച്ചെയിനും 8.30 ഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ടമായ വളയും സ്വർണമാണെന്ന് ജീവനക്കാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് മുക്കുപണ്ടങ്ങൾ സ്ഥാപനത്തിൽ പണയം വെച്ച് 1,10,000 രൂപ കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയായ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി മേനോത്ത് വീട്ടിൽ ഷാജിയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ഭാര്യയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഭർത്താവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ഭാര്യയെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. വലപ്പാട് ബീച്ച് സ്വദേശി ചാഴൂർ വീട്ടിൽ 40 വയസ്സുള്ള സുമേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കുണ്ടായിരുന്ന പരസ്ത്രീ ബന്ധത്തെ ഭാര്യ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ജൂൺ 13 രാത്രി ഭാര്യ ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഇവരുടെ വീട്ടുമുറ്റത്ത് വെച്ച് സ്കൂട്ടറിൽ നിന്ന് തന്നെ പെട്രോൾ എടുത്ത് കത്തിക്കുകയും ഇത് കണ്ട് തടയാൻ ശ്രമിച്ച യുവതിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും 5 അടിപിടി കേസിലും ഒരു സ്ത്രീ പീഡന കേസിലും അടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സുമേഷ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, SI സദാശിവൻ, ASI ഭരതനുണ്ണി, സീനിയർ CPO S ജോഷി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. വാർത്താ നേരം തുടരുന്നു. ബസ് തടഞ്ഞു നിർത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. വലപ്പാട് കഴിമ്പ്ര സ്വദേശി കറുകപ്പാടത്തെ വീട്ടിൽ ചാക്കോച്ചി എന്ന് വിളിക്കുന്ന ഷിബിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5-ാം തീയതി കഴിമ്പ്രം വലിയ നെടിയിരുപ്പിൽ അമ്പലത്തിനടുത്തുള്ള റോഡിൽ വെച്ച് മത്സ്യബന്ധന തൊഴിലാളികളായ ചന്ദ്രാപ്പിനി ചാമക്കാല സ്വദേശി അല്ലപ്പുഴ വീട്ടിൽ ബാബു തൊഴിലാളികളും യാത്ര ചെയ്തിരുന്ന ബസ്സിന് മുന്നിലേക്ക് വാളുമായി വന്ന് ബസ് തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലേക്ക് വാളുമായി കയറി. വള്ളത്തിന്റെ മുതലാളി അന്വേഷിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബാബുവിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കഴുത്തിന് നേരെ വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിനാണ് അറസ്റ്റ്. ഷെബിൻ തുളസിദാസ് എന്നയാളുടെ ഉടമസ്ഥതയുള്ള പ്രജാപതി എന്നു പേരുള്ള വള്ളത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഷിബിൻ മദ്യപിച്ച് വള്ളത്തിൽ ജോലി ചെയ്യുന്നതിനായി പ്രശ്നമുണ്ടാക്കിയതിനാൽ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി ബസ് തടഞ്ഞ് ബാബുവിന് നേരെ വാൾ വീശിയും മറ്റും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഷിബിൻ കൊടുങ്ങല്ലൂർ, മധുര, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളായി 4 വധശ്രമ കേസിലും 3 അടിപിടി കേസിലും, വീടുകയറി ആക്രമിച്ച 2 കേസിലും, ലഹരി ഉണ്ടാക്കാൻ ശ്രമിച്ച 1 കേസിലും, 1 സ്ത്രീധന പീഡന കേസും അടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ് കുമാർ, ASI-മാരായ രാജേഷ് കുമാർ, ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സോഫി, സീനിയർ പോലീസ് ഓഫീസർ സന്ദീപ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദേശീയ സേവാഭാരതി തൃശൂർ ജില്ലാ വാർഷിക പൊതുയോഗം നടന്നു. സന്ദീപ് ബിവിയുടെ സമന്വയത്തോടെ ആരംഭിച്ച യോഗം പത്മശ്രീ പെരുവനം കുട്ടന്മാർ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ സേവാഭാരതി തൃശൂർ ജില്ലാ സെക്രട്ടറി ആദർശ് പനമ്പള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് PN ഉണ്ണിരാജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഗീത ടീച്ചർ പഹൽഗ്രാമിലും ഗുജറാത്ത് വിമാന അപകടത്തിലും വയനാട് ചൂരൽമലയിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെയും നമ്മെ വിട്ടുപിരിഞ്ഞ സംഘടനാ തലത്തിൽ അടിത്തറ പാകിയ പ്രവർത്തകരുടെയും കലാസാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചവരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി നൌഫ് സി പാറയ്ക്കൽ കഴിഞ്ഞ വർഷം വാർഷിക പൊതുയോഗം മിനിറ്റ്സ് അവതരിപ്പിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി AD പ്രദീപ് പ്രവർത്തന റിപ്പോർട്ടും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരള സഹകാര്യാവ് PP സുരേഷ് ബാബു സേവ സന്ദേശം നൽകി. ചടങ്ങിൽ AK വാസുദേവൻ കൃതജ്ഞത പറഞ്ഞതോടുകൂടി ഉദ്ഘാടന സഭ സമാപിച്ചു. വിവിധ യൂണിറ്റുകളുടെ വിശേഷാൽ വൃത്തം അവതരിപ്പിച്ചു. മാനവ വിഭാഗ് സംഘം ചാലക് KS പത്മനാഭൻ 2025-26 വർഷത്തെ ദേശീയ സേവാഭാരതി തൃശൂർ ജില്ലാ സമിതി 36 അംഗങ്ങളുടെ പ്രഖ്യാപനവും നടത്തി. പ്രസിഡന്റ് PN ഉണ്ണിരാജ, ജനറൽ സെക്രട്ടറി MD പ്രദീപ്, ട്രഷറർ നൌഫ് സി പാറയ്ക്കൽ. തുടർന്ന് നടന്ന സമാപന സഭയിൽ ദേശീയ സേവാഭാരതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനപ്രസാദ് സ്വാഗതവും PN ഉണ്ണിരാജ അധ്യക്ഷതയും സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയ് ഹരി സമാപന സന്ദേശവും നൽകി. ചടങ്ങിൽ ജില്ലയിലെ വിവിധ സേവാഭാരതി യൂണിറ്റുകളിൽ നിന്നായി യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുത്തു. ജില്ലാ മീഡിയ കോർഡിനേറ്റർ സൗമ്യ മേനോൻ കൃതജ്ഞത പറഞ്ഞു. ശാന്തി മന്ത്രത്തോടെ ചടങ്ങിന് സമാപനമായി. മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ വിയോഗം വേദനാജനകമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ സൗമ്യദീപ്തമായ നേതൃത്വമായിരുന്നു അഭിവന്ദ്യ മാർ അപ്രേം മെത്രാപ്പൊലീത്ത. കാലം ചെയ്ത വാർത്ത വേദനാജനകമാണെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. സാംസ്കാരിക തലസ്ഥാന നഗരിയുടെ മതസൗഹാർദ്ദ അന്തരീക്ഷം ഹൃദ്യമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി അനുസ്മരിച്ചു. നർമ്മമധുരമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഏവരും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രസരിപ്പും ഊർജ്ജസ്വലതയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നുവെന്നും മന്ത്രി R ബിന്ദു പറഞ്ഞു. തൃശൂരിന്റെ സ്വന്തം അപ്രേം പിതാവിന് മന്ത്രി ഡോക്ടർ R ബിന്ദു ആദരാഞ്ജലി അർപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ അഴീക്കോടിൽ വ്യാപക മോഷണം. കുന്നംകുളം ചൂണ്ടലിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട, 2 പേർ പിടിയിൽ. മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ.
ഭാര്യയുടെ സ്കൂട്ടർ കത്തിക്കുകയും ഭാര്യയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഭർത്താവിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.